മലപ്പുറം നിലമ്പൂർ തേൾപ്പാറയിൽ കരടി വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലായിരിക്കുകയാണ്. തേൾപ്പാറ കുറുമ്പ ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കരടി കുടുങ്ങിയിട്ടുള്ളത്. തേൾപ്പാറയിലെ ജനവാസ മേഖലയിൽ കരടി ശല്യം രൂക്ഷമായിരുന്നു. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ നൽകും. ഷംസീർ, ഗുഡ് മോർണിംഗ്. എന്തായാലും നാട്ടുകാർക്കിടയിൽ ഭീതി പരത്തിയ കടുവയാണ് കൂട്ടിലായിരിക്കുന്നത്. കുറച്ച് ദിവസമായി അവിടെ കരടി ശല്യം രൂക്ഷമായിരുന്നു എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും അവർക്ക് വലിയ ആശ്വാസം തന്നെയായിരിക്കും ഈ വാർത്ത. ദിവ്യ, ഗുഡ് മോർണിംഗ്. നിലമ്പൂർ അകമ്പാടം തേൾപ്പാറ എന്ന സ്ഥലത്താണ് കരടി കൂട്ടിലായിരിക്കുന്നത്. ഈ മേഖലയിൽ കരടി ശല്യം രൂക്ഷമായിരുന്നു. നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്ന് വനംവകുപ്പ് 3 കൂടുകൾ അവിടെ സ്ഥാപിച്ചിരുന്നു. അതിലൊരു കൂട്ടിലാണ് കരടി കുടുങ്ങിയിരിക്കുന്നത്. മേഖലയിലെ കൃഷിയിടങ്ങളിലും ഒപ്പം തന്നെ ആളുകൾ തേനെടുക്കാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കരടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല രാത്രിയൊക്കെ ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും പേടി ഉള്ള ഒരു സ്ഥിതിയിലേക്ക് അവിടെ കാര്യങ്ങൾ മാറിയിരുന്നു. അതിനിടയിലാണ് വനംവകുപ്പ് 3 കൂടുകൾ ഈ മേഖലയിൽ സ്ഥാപിച്ചത്. അതിൽ തേൾപ്പാറ കുറുമ്പ ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കരടി ഇന്നലെ രാത്രി 11 മണിയോട് കൂടി കുടുങ്ങിയത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കരടി കൂടിയാണ്. ഇന്ന് അതിനുശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും പുലർച്ചയോട് കൂടി കരടിയെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കാണ് കരടിയെ ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. കൂടുതൽ നടപടികൾ ഇതിനുശേഷം ഇനി ഉണ്ടാകും. ഏതായാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം കൂടിയാണ് ഈ കരടി കൂട്ടിലായി എന്നുള്ളത്. കൂടുതൽ കരടികളും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എങ്കിൽ കൂടി നിലവിൽ അവിടെ ഭീതി പരത്തിയിരുന്ന കരടി കൂട്ടിലായെന്ന് നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കാരണം കൃഷിയും മറ്റുമൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന, പ്രകൃതിയുമായി ചേർന്ന് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് അവരുടെ ജോലിയൊക്കെ തടസ്സപ്പെടുത്തുന്ന രീതിയിലും പേടിപ്പെടുത്തുന്ന രീതിയിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ താൽക്കാലികമായി മാറിയിരിക്കുന്നത് എന്ന ആശ്വാസം കൂടി നാട്ടുകാരെ സംബന്ധിച്ചുണ്ട്. ദിവ്യ, യെസ്, ഇനിയിപ്പോൾ ഷംസീർ എങ്ങോട്ടേക്കായിരിക്കും ഈ കടുവയെ കൊണ്ടുപോവുക? ദിവ്യ, ഇപ്പോൾ നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കാണ് കടുവയെ കൊണ്ടുപോയിരിക്കുന്നത്. ഇനി തുടർ നടപടികൾ ആലോചിച്ച ശേഷം ചെയ്യും എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രദേശത്ത് നിന്ന്, അവരുടെ നാട്ടിൽ ഭീതി പരത്തിയ ഒരു കരടിയെ കൂട്ടിലാക്കാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ അവരുടെ പ്രദേശത്ത് നിന്ന് മാറ്റാൻ കഴിഞ്ഞു എന്ന വലിയ ആശ്വാസത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ തേൾപ്പാറ പ്രദേശവാസികളുള്ളത്. ഇനിയിപ്പോൾ നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് അതിനുശേഷമായിരിക്കും തുടർ നടപടികളൊക്കെ ഉണ്ടാവുക. കരടിയുടെ ആരോഗ്യ പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. അതിനുശേഷം തുടർ നടപടികൾ എടുക്കും എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. എന്തായാലും കൂട്ടിലായത് കരടിയാണ്, കടുവയല്ല. എന്തായാലും പ്രേക്ഷകരും അത് ആവശ്യപ്പെടുന്നുണ്ട്. രാവിലെ തന്നെ വലിയ അക്ഷരത്തെറ്റാണല്ലോ എന്നാണ് ഷാനവാസ് ചോദിക്കുന്നത്. കടുവയല്ല കൂട്ടിലായിരിക്കുന്നത്. ഞാനത് തെറ്റ് തിരുത്തുകയാണ്. കൂട്ടിലായ കരടി എന്തായാലും വനംവകുപ്പ് മറ്റൊരിടത്തേക്ക് മാറ്റും. മലപ്പുറം നിലമ്പൂർ തേൾപ്പാറയിലാണ് ജനങ്ങൾക്ക് വലിയ ഭീതി പരത്തി കരടി ശല്യം രൂക്ഷമായിരുന്നത്. വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കരടി കുടുങ്ങിയിരിക്കുന്നു എന്ന വലിയ ആശ്വാസകരമായ വാർത്തയാണ് അവിടെയുള്ള പ്രദേശവാസികളെ സംബന്ധിച്ച് രാവിലെ തന്നെ വരുന്നത്. വിശദാംശങ്ങളാണ് മുഹമ്മദ് ഷംസീർ നൽകിയത്.